പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 6 ശനിയാഴ്ച എല്ലാവർക്കും വേണ്ടി സ്നേഹവന്ദനം. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദനയെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദനയെ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൽ നയിക്കുക. ആമേൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന വചനം
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് തരണമേ. ഓക്കെ, എനിക്ക് ഈ ദിവസങ്ങളിൽ വന്ന ഞാൻ എൻ്റെ ധ്യാനത്തിൻ്റെ സ്വകാര്യ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വിഷയം എന്താ അറിയാമോ? ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓരോ വരികൾക്കുണ്ടല്ല മാർക്കിടുകയാണെങ്കിൽ ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇന്ന മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും മാർക്ക് കുറവ് ഈ ഒരു പ്രാർത്ഥനയ്ക്കായിരിക്കും. എന്താണ്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ആൾക്കാർ പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഭാഗമാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിന് ഇപ്പോൾ 2 മാർക്കാണ് വിചാരിച്ചോ. അപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനൊരു 6 മാർക്ക് വരും. ഇതിന് ഭയങ്കര വേരിയേഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുണ്ട് ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അന്ന് വേണ്ട ആഹാരത്തിൻ്റെ മാർക്ക് എന്ന് 2 മാർക്ക് ഞാൻ ഇടണമെന്നറിയാമോ? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേണ്ട ആഹാരം ഓൾറെഡി ജനറ്റിക്കൽ ബ്ലെസ്സിൻ്റെ പാക്കേജിലുള്ളതാണ്. ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ബ്ലെസ്സിങ് കൊടുത്തു. എന്താ കൊടുത്തത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പൊ ഈ ആഹാരം ഇല്ലാതെ കീഴടക്കാൻ പറ്റുക? ആഹാരം ഇല്ലാതെ പെരുകാൻ പറ്റുക? ആഹാരം ഇല്ലാതെ വളരാൻ പറ്റുക? അപ്പോൾ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ആ ഫസ്റ്റ് ബ്ലെസ്സിങ്സ് ഇല്ലേ, ജനറൽ ബ്ലെസ്സിങ്സ്, ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ്, ഇതിൽ ഓരോ മനുഷ്യൻ്റെ ആഹാരം പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അന്ന് വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നില്ലേ, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. യോഹന്നാൻ 4:32. അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. യോഹന്നാൻ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം, എൻ്റെ ആഹാരം, എൻ്റെ ഭക്ഷണം. അയച്ചതിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയാണ് എൻ്റെ ആഹാരം. അപ്പം അതിൻ്റെ ചില സമയത്ത് നമുക്ക് വിളമ്പട ഭക്ഷിക്കേണ്ടി വരും. ലൂക്ക 10-ാം അധ്യായം 8-ാം വാക്യം. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അത് നിസ്സാരമല്ല. നമ്മൾ ഇതൊന്നും ഫിസിക്കലല്ല. ഫിസിക്കൽ എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ അകത്ത് സ്പിരിച്വൽ കൊണോട്ടേഷൻസ് ഉണ്ട്. എന്താ കാര്യം? നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് വിളമ്പി കിട്ടണ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ അപമാനം വിളമ്പി കിട്ടും, ചിലപ്പോൾ അവഗണന വിളമ്പി കിട്ടും, ചിലപ്പോഴും നമുക്ക് അംഗീകരിക്കാത്ത അവസ്ഥകൾ വരും, ചിലപ്പോൾ നമ്മൾ അവർ ഒഴിവാക്കും. അത് നമ്മൾ ദൈവനാമത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നു വേണ്ട ആഹാരം പോലെ പോകുന്നത്. ഈ ആഹാരം കഴിച്ചാണ് ആത്മാവ് വളരണത്, കൃപയിൽ വളരണത്. അതുകൊണ്ടാണ് അറിയാത്ത ആഹാരമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് ഈശോ നിറവേറ്റുമ്പോൾ കർത്താവിനത് ആഹാരമായിട്ട് ഫലം ചെയ്യും. അത് ഒരു വശമാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ അതല്ല. ആദ്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അന്നു വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ അന്നു വേണ്ട ആഹാരത്തിന് ഫിസിക്കലായിട്ട് ഭൗതികമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ജനറ്റിക്കൽ ബ്ലെസ്സിങ് തന്നെ. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സന്താനപുഷ്ടിയോടെ പെരുകി വർദ്ധിക്കാൻ പറഞ്ഞപ്പോഴും അന്നു വേണ്ട ആഹാരം അത് ആ പാക്കേജിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ 2 മാർക്ക് മാത്രം കൊടുക്കണം അതിന്. പക്ഷേ അതിൻ്റെ അകത്ത് 8 മാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് കാര്യം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ അങ്ങനെ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ. പക്ഷെ അങ്ങനെ നമ്മളോട് തെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ ദൈവസ്നേഹത്തിൽ നിറയണം. കർത്താവിൻ്റെ നമുക്കൊന്നുമില്ല,
നെറ്റ് റിസൾട്ട് നമുക്ക് ലാഭമൊന്നുമില്ല, നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പാലിക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി അത് നമ്മൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള വാക്കിന് വേണ്ടി ഉപയോഗിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയില്ലേ, അതിനകത്ത് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് നിറവേറണമെന്നില്ലേ. അപ്പോൾ ആ വാക്കെല്ലാം സാർത്ഥകമാക്കുന്നതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ രണ്ടാം പകുതി. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ എന്ന്. അപ്പോൾ പ്രലോഭനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് അകന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഭൗതിക ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും മറന്ന് നമ്മൾ ദൈവവചനത്തെ ധിക്കരിച്ചുകൊണ്ട് നേടുന്ന ഭൗതിക മേൽക്കോയ്മകളാണ്, ആനുകൂല്യങ്ങളാണ്. അതിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവവചനങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും. അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതം, അത് ദൈവത്തിൻ്റെ നാമത്തെ പൂജിതമാക്കും, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ശരിക്കും പറഞ്ഞാൽ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ പകുതിയിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ അത് ഒക്കലായിട്ട് ചെയ്യണമല്ലത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ രണ്ടാം പകുതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കൃപ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ദൈവനാമം മഹത്വപ്പെടുകയും ദൈവനാമം പൂജിതമാകുകയും ചെയ്യും. അപ്പോഴേ എപ്പോഴും വരുന്ന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളതിന് 8 മാർക്കാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ, ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ അതിനൊക്കെ 6 മാർക്കുണ്ട്. അതിന് 6 മാർക്കും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ തിരുവൻ രക്ഷിക്കുന്നതിന് 8 മാർക്കുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് ഈ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ റോമൻ 4:20 അനുസരിച്ച് വളരാൻ പറ്റും. ഓക്കെ അല്ലേ? പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന 2019 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. മാർച്ച് മാസത്തിൽ എൻ്റെ പേര് ജോർജ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു, കോട്ടയം കിടങ്ങൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 2019 ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങൾ, സമാധാനക്കേട്, പല അന്ധകാര ശക്തികൾ, ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, +1-നും +2-നൊക്കെ പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ മാതാവിനെ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചത് അവരുടെ നല്ല റിസൾട്ട്, അവർക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കണം, വിശ്വാസം കൊടുക്കണം, നല്ല വിശ്വാസത്തിൽ വളരാൻ അവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസം നിറയ്ക്കണം, പ്രാർത്ഥന നിറയ്ക്കണം. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസരങ്ങൾ, പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ ഉടമ്പടി എടുത്ത് 2019 +2 പരീക്ഷയിൽ കൊച്ച് പരീക്ഷ ചെയ്തപ്പോൾ അവൾക്ക് ഫുൾ A+ നൽകി ദൈവം അനുഗ്രഹിച്ചു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ദൈവം തന്ന അത്ഭുതം. അതിനുശേഷം അവൾക്ക് മെറിറ്റിൽ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം കോട്ടയത്ത് വെച്ചെങ്കിലും കിട്ടിയില്ല. മാതാവിന് ഞാൻ ആലപ്പുഴ വന്നത് തൊട്ട് എനിക്ക് തുടർന്ന് വരാനുള്ള അനുഗ്രഹം ദൈവം ഈ വർഷങ്ങളെല്ലാം തന്ന് അനുഗ്രഹിച്ചു. ഞാൻ 14ാമത്തെ തവണയാണ് ഇപ്പം കൊടുക്കുന്നത്. ആദ്യം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. അവൾക്ക് നല്ല റിസൾട്ടോടുകൂടി ഓരോ വർഷവും ദൈവം അനുഗ്രഹിച്ച് 4ാം വർഷം 2nd റാങ്കോടുകൂടി പാസ്സാകുവാൻ കിട്ടി, ദൈവം അനുവദിച്ചു. പിന്നീട് അവൾക്ക് OET പഠിക്കാനായിട്ട് ക്ലാസ് ഇറങ്ങിയപ്പോൾ തന്നെ OET പഠിച്ച് എഴുതി. അതിലും മാതാവ് വളരെ അത്ഭുതമാണ് തന്നത്. 4B സ്കോർ നൽകി അവളെ അനുഗ്രഹിച്ചു 10 അറ്റംപ്റ്റിൽ തന്നെ. ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മാതാവ് തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. ആ പരീക്ഷ വേവിച്ചു. പിന്നെ ഞങ്ങളുടെ ഒരു വസ്തു, 1 ഏക്കർ സ്ഥലം, ഞങ്ങളുടെ കുടുംബസ്വത്ത് വളരെ കടബാധ്യതയെപ്പറ്റി ഞങ്ങളായിട്ട് വരുത്തിയതല്ല, എങ്കിലും ഞങ്ങൾക്കൊരു സഹോദരനെ സഹായിക്കേണ്ടത് വന്ന കടബാധ്യതയാണ്. അവൻ ആകസ്മികമായി മരണപ്പെട്ടു. ആ കടം വീട്ടിൽ തരാൻ ആരുമില്ലാതെ ആ സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ജപ്തി ചെയ്ത് ഇറങ്ങിത്തരേണ്ടി വന്നു 2022. എങ്കിലും ആ സന്തോഷത്തോടുകൂടി മാതാവ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴും ഒരു പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ഞങ്ങൾക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെന്നുള്ള കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങാനുള്ള ഒരു സഹായം അടുത്തിൽ നിന്നൊക്കെ കിട്ടി. കുറച്ച് പൈസ വായ്പയായിട്ട് മറ്റുള്ളവർ തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലം മേടിച്ച് താമസിക്കാൻ, വാടകയ്ക്ക് പോകാതെ സ്വന്തമായി തന്നെ ഒരു ഭവനവും സ്ഥലവും മേടിച്ച് താമസിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു.
കൂടാതെ ഈ 2025 ആയപ്പോഴത്തേക്ക് ആ വസ്തു 58 ലക്ഷം രൂപയായി. 20 ലക്ഷമാണ് മുതലെടുത്തിരുന്നത്, 58 ലക്ഷമായിട്ട് നിൽക്കുകയാണ്. ജപ്തി ആ കാലത്തിൽ വെച്ചു. ഞങ്ങൾക്കൊന്നും വീട്ടാൻ പറ്റിയല്ല, അത് ബാങ്ക് തന്നെ ലേലത്തിൽ വെച്ച് വീട്ടിക്കോളാം ഞങ്ങൾ പറഞ്ഞു. എങ്കിലും മൂത്ത മകനാണ്, അവന് 25 വയസ്സായി. അവൻ ഫിസിയോതെറാപ്പി കോഴ്സ് പഠിച്ചിട്ട് അവന് പഠിക്കാനൊക്കെ വളരെ പാടായിരുന്നു. എങ്കിലും എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ച നേരത്തെ വസ്തുക്കളും എല്ലാം വെച്ച് പ്രാർത്ഥിച്ച് അവർ പരീക്ഷ എഴുതി. ആദ്യം റിസൾട്ട് കുറഞ്ഞു കിട്ടിയാലും പിന്നീട് അവനും 4 വർഷവും പാസ്സായി. നല്ല രീതിയിൽ ഇപ്പം ബോണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മംഗലാപുരത്ത്. ഈ കടബാധ്യത എന്നാൽ ഈ 2025 മാർച്ചിൽ ഈ കടബാധ്യത എഴുതി പൊക്കോ, ഞങ്ങൾക്ക് ആ സ്ഥലം വേണ്ട, ഞങ്ങൾക്ക് ഇനി അത് എടുക്കാൻ പറ്റിയല്ല, ഞങ്ങൾക്ക് അത്രയും ലക്ഷങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ബാങ്കിൽ അറിയിച്ചു. അപ്പോൾ ഇവിടെ വന്ന് മാർച്ച് ആദ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയി. ഞാൻ മാതാവിനോട് ഇത്രയേ പറഞ്ഞുള്ളൂ, ബാങ്കിൽ നിരന്തരം ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മാതാവേ. ഈ ഒരു തലവേദന, ഞങ്ങൾക്ക് ആ വസ്തു ആ ഈശോ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ദൈവം പകരം വേറെ സ്ഥലം തന്നിട്ടുണ്ട്, അത് മതി. ഞങ്ങൾക്ക് ആ ഒരു തലവേദന മാറി. ജപ്തിയാണ് ലേലത്തിലാണെങ്കിലും അതൊന്ന് നഷ്ടപ്പെട്ടു പോയി. ആ തലവേദന ഒന്ന് മാറിത്തരണം, അന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ആ ഒരു മാസം കൊണ്ട് മകാലത്തിൽ വെച്ചപ്പോൾ അത് 32 ലക്ഷമായി പലിശ ഇളവ് ചെയ്ത് 5% മാത്രമാക്കി തരാമെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പലരോടും ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം ആൾക്കാർ ഇടവകയിലും അപേക്ഷ വെച്ചു. ഓരോ സ്ഥലത്ത് നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരോടെല്ലാം ചോദിച്ചു, വായ്പയായിട്ട് ഞങ്ങൾക്ക് തരാമോ, ഇത്ര ലക്ഷം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ 1 ഏക്കർ സ്ഥലമുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് വിറ്റിട്ടാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു തരാമെന്നുള്ള ഇതിൽ പലരോടും സംസാരിച്ചപ്പോൾ ആദ്യം ആരും അടുത്ത് വന്നില്ല. പിന്നീട് ഒരു 28-ാം തീയതിയോടുകൂടി 25-ാം തീയതിയോടുകൂടി തന്നെ ആ ഒരു തുക കണ്ടെത്തുവാൻ 32 എന്നുള്ളത് അവസാനം ബാങ്ക് 30-ലേക്ക് തന്നെ മാറ്റി. 30 ലക്ഷത്തിൽ അത് സെറ്റിൽമെൻറ്റ് ആക്കുവാനും ആ തുക പലരിലൂടെ ഞങ്ങൾക്ക് കിട്ടി, വായ്പയായിട്ട് കിട്ടി. ആ ഒരു സ്ഥലം വീണ്ടെടുക്കുവാനും മാതാവ് തന്നു. തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. തുടർന്ന് എൻ്റെ മോൾക്ക് OET കിട്ടിയത്, പക്ഷേ ഓരോ സ്ഥലങ്ങളും ബ്ലോക്കായി കിടക്കുകയാണ്. ലണ്ടനിലേക്ക് ചെയ്തിട്ട് അതൊന്നും നമുക്ക് നടക്കുന്നില്ല. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു പ്രോസസ്സിങ് 1 ഇയർ, അതൊരു 10-12 ലക്ഷം രൂപയോളം നമുക്ക് മുടക്കാണ്. അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഒന്നുമില്ല. നിസ്സഹായ അവസ്ഥയിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷേ ഇത് അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണം എന്ന് ആഗ്രഹിച്ച് ജനുവരിയിൽ ഞാൻ അവൾ പറഞ്ഞതനുസരിച്ച് ഒരു ഏജൻസി വഴി അതിനുള്ള സ്റ്റാർട്ടിങ് ചെയ്തു. അവർക്ക് 1.25 ലക്ഷം രൂപ ആദ്യത്തെ ഫീസ് അടയ്ക്കണം, അത് ഞങ്ങൾ സംഘടിപ്പിച്ച് അടച്ചു. അങ്ങനെ തുടർന്ന് അടുത്തൊരു പരീക്ഷ എഴുതാൻ അതിന് പരീക്ഷ പഠിക്കണം, എൻട്രൻസ് പരീക്ഷ പഠിക്കണം, അത് എഴുതണം. അങ്ങനെ ഓരോ പ്രാവശ്യവും അത് പഠിക്കാനുള്ള പൈസ അടച്ചു. അതിന് ക്ലാസ്സിന് എല്ലാ മാതാവും ഈ ഒരു 5-8 മാസം കൊണ്ട് ക്രമീകരിച്ച് തന്നതുപോലെ ആ എൻട്രൻസ് പരീക്ഷ മെയ് മാസത്തിൽ പോയി എഴുതാനും അതിന് നല്ല റിസൾട്ട് കിട്ടുവാനും ദൈവം അനുഗ്രഹിച്ചു. തുടർന്ന് ഇപ്പോൾ അടുത്ത ഓസ്ട്രേലിയയിൽ ചെന്നതിൻ്റെ ഒരു പരീക്ഷയാണ്. അതിന് 2.5 ലക്ഷം രൂപയോളം അവിടുത്തെ ഫീസ്, ബാക്കി വിസ പ്രോസസ്സിങ്. അങ്ങനെ വളരെ ഈ ഒരു വർഷത്തിൽ ദൈവം തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ മാതാവ് തിരുക്കുമാരനും അച്ചിട്ടായി തന്നിരിക്കുകയാണ്. എനിക്ക് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ രോഗികളായിരിക്കുന്നവർക്കൊക്കെ കൊടുക്കും. എൻ്റെ മക്കൾക്ക്, ജീവിത പങ്കാളിക്ക്, സഹോദരങ്ങൾക്ക് എല്ലാം നൽകും. അവർക്കെല്ലാം രോഗസൗഖ്യം, ഓരോരോ അനുഭവങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ സ്ഥലത്തിൽ അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവൻ ആസ്മയം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മാർഗവുമില്ല. ഞാൻ അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് ജപ്തി കിടക്കുന്നതൊക്കെ ആയിട്ട് അച്ഛനെ ഒരു പ്രാവശ്യം കണ്ടിരുന്നു 2022 സമയത്ത്. അപ്പോൾ അച്ഛൻ എനിക്ക് നേർച്ച ഉപ്പ് കൊണ്ടുപോയി വെഞ്ചരിച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞ് ആ സ്ഥലത്ത് ഞാൻ കൊണ്ട് ഇട്ടിരുന്നു. അങ്ങനെ തുറന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും സഹനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് സഹനങ്ങൾ മാതാവ് തരുന്നതാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുവാണ്. പക്ഷേ ആ സഹനങ്ങളിലും ദൈവത്തിൻ്റെ കൃപ എനിക്ക് തരണം, എനിക്ക് വിശ്വാസം നൽകണം, എൻ്റെ മക്കൾക്ക് തരണം, തലമുറയ്ക്ക് തരണം എന്നുള്ള പ്രാർത്ഥന മാത്രത്തോടെ ഞാൻ മുമ്പോട്ട് പോയി. എൻ്റെ കൂടെയുള്ള എൻ്റെ അയൽവക്കത്തും എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങൾക്കും ഒക്കെ ഞാൻ വിശ്വാസം പകർന്നു കൊടുക്കും. എനിക്ക് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാ ദിവസവും പോകാൻ പറ്റില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ മുടക്കാതെ പോകും. ഇല്ല, അവധിയുള്ള ദിവസങ്ങളിലും ഒക്കെ ഞാൻ കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കും. മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കും. പിന്നെ എനിക്ക് ഒരു 1.5-2 വർഷമായിട്ട് ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാമായിട്ട് ഞാൻ ഒരു തീർത്ഥാടനമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങൾ ഒരു 10-18 പേരോളം വന്ന് ഉടമ്പടി എടുക്കാനുള്ള കൃപ ദൈവം മാതാവും തിരുക്കുമാരനും തന്നു. പിന്നെ ഇവിടെ തീർത്ഥാടനമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു പോകാനുള്ള അവസരങ്ങൾ ദൈവം തന്നു. ഒത്തിരി പേരെ ഈ കാലഘട്ടങ്ങളിൽ ഈ 1 വർഷം 1.5 വർഷത്തോടിടയ്ക്ക് ഇവിടെ എത്താനും പ്രാർത്ഥിക്കാനുള്ള അവസരം തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ കഴിവല്ല, എല്ലാം അമ്മ എന്നിലൂടെ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത്
ദൈവം എനിക്ക് നടത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോൾക്ക് അവസാനത്തെ ഓസ്കി പരീക്ഷ എഴുതാൻ ഓസ്ട്രേലിയയിലേക്ക് പോകണം. അടുത്ത മാസം 12-ാം തീയതി. എല്ലാ മാതാവിൻ്റെ മാസമാണ് എനിക്ക് അത്ഭുതങ്ങൾ തരുന്നത്. മെയ് മാസത്തിൽ അവൾ എൻട്രൻസ് എഴുതി നല്ല റിസൾട്ട് കിട്ടി. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഓസ്കി എഴുതാനുള്ള ഡേറ്റ് മാതാവ് തന്നു. അതിൻ്റെ വിസയും എല്ലാ കാര്യങ്ങളും 10-12 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് അതിൻ്റെ ദൈവം സജ്ജീകരിച്ച് തന്നു. പലരിലൂടെ വായ്പയായിട്ടാണ് തന്നിരിക്കുന്നത്, എങ്കിലും അതെല്ലാം മാതാവ് നടത്തി തന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഈ 4 വർഷക്കാലം നേഴ്സിംഗ് പഠിച്ച 4 വർഷക്കാലം ഒരുപാട് ടെൻഷനിലൂടെയൊക്കെയാണ് കടന്നുപോയത്. ഓരോ പരീക്ഷ വരുമ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എന്നിരുന്നാലും മാതാവിൽ പ്രത്യാശ അർപ്പിച്ച് എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നേഴ്സിങ്ങിൻ്റെ 4 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല, എങ്ങനെയും പാസ്സാവണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കോളേജിലെ 2nd റാങ്കോടെ നഴ്സിംഗ് പാസ്സാകാൻ എനിക്ക് സാധിച്ചു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായി കണക്കാക്കുന്നു. പിന്നെ ഒരു ജോലി നേടണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അങ്ങനെ OET എക്സാം എഴുതി. പക്ഷേ UK ആണ് ആഗ്രഹിച്ചെങ്കിൽ പോലും അത് മുൻപോട്ട് പോകാൻ സാധിച്ചില്ല. പിന്നെ ആകസ്മികമായി ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ ഈ ഒരു നിമിഷം വരെ മാതാവ് എത്തിച്ചു. ഇനി മുൻപോട്ടുള്ള വഴിയിലും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധമായി അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലൂർദ്. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഏപ്രിൽ 23-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 22-ലാണ് ഉടമ്പടി എടുത്തതെങ്കിലും എനിക്ക് 2018 തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടിയിരുന്നു. എൻ്റെ ഈ മോളെ പ്രഗ്നൻ്റായ സമയത്താണ് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയത്. ഈ മോളെ പ്രഗ്നൻ്റായ സമയത്ത് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് അബോർഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിനൊരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഏജ് അന്ന് 38 ആയിരുന്നു. പിന്നെ എൻ്റെ 3ാമത്തെ ഡെലിവറി ആയിരുന്നു. ആദ്യത്തെ 2 ഡെലിവറിയും സിസേറിയൻ ആയിരുന്നു. പിന്നെ എനിക്ക് BP ഹൈ ആയിരുന്നു. ന്യൂറോളജിസ്റ്റിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് അബോർഷൻ ചെയ്യണം, കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, മന്ദബുദ്ധി ആയിരിക്കും, എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അബോർഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ്. പക്ഷേ ഞങ്ങൾ അബോർഷൻ ചെയ്തില്ല. ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയി. ആ ഡോക്ടർ എൻ്റെ കയ്യിൽ നിന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങി. ഡോക്ടറിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല, ഇവർ എന്ത് പ്രശ്നം വന്നാലും ഇവരുടെ തന്നെ ഉത്തരവാദിത്തമായിരിക്കുമെന്ന് പറഞ്ഞ് എങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ ഒരു ചേച്ചി എന്നോട് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും പറയുന്നത്. അന്ന് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു ഉടമ്പടിയെക്കുറിച്ച്. എങ്കിലും ഞാൻ ഉടമ്പടിയെന്നും കൃപാസന മാതാവെന്നും കേട്ട് അമ്മ മാതാവിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിനെ എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ തരണമെന്നും, പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു പെൺകുഞ്ഞിനെ തരണമെന്ന്. എനിക്ക് ആദ്യത്തെ 2 ആൺകുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ 3ാമത് എനിക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അതിജീവിക്കേണ്ടി വന്നു. സ്കാനിങ്ങിലൊക്കെ എപ്പോഴും ഡോക്ടറിനോട് ഒരുപാട് പ്രശ്നങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ആ സ്കാനിങ്ങിൽ വന്ന പ്രശ്നങ്ങളെല്ലാം മാതാവ് പരിഹരിച്ച് തന്ന്. അങ്ങനെ 8-ാം മാസം തികയാതെ തന്നെ 2018 ഓഗസ്റ്റ് 29 എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന്. ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലായിരുന്നു. മോൾക്ക് ചെറിയൊരു വെയിറ്റ് കുറവായിരുന്നു, അത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഈ മോളെ എനിക്ക് തന്ന്. മോളുടെ പേര് ആജ്ഞ മരിയ എന്ന് പേരിട്ട്, അതും എനിക്ക് മാതാവ് തന്ന പേരാണ്. അങ്ങനെ 2022 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. അന്ന് വിസയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശമ്പളം കുറച്ച് മാസങ്ങളായിട്ട് പെൻഡിങ് ആയിരുന്നു. അങ്ങനെ ആ കാരണങ്ങളെല്ലാം പറഞ്ഞ് നിയോഗങ്ങൾ എഴുതിയിട്ടാണ് ഞാൻ അന്ന് ഉടമ്പടി എടുത്തത്. അതെല്ലാം ആ ഉടമ്പടിയിൽ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ 2023 ഞാൻ പുതുക്കി. അതിനുശേഷം എൻ്റെ മോൾക്ക് വീട്ടിലൊരു അപകടം പറ്റിയിരുന്നു. മോളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മറിഞ്ഞു വീണ് അവളുടെ താടിയെല്ലിൻ്റെ ഭാഗം പൊട്ടി. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവളെ സർജറി ചെയ്യണോ, പ്ലാസ്റ്റിക് സർജറി ചെയ്യണം, കാരണം സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ഭാവിയിൽ മോൾക്ക് ഒരു അടയാളമായിട്ട് മാറും അവിടെ, അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഇവൾ ഡോക്ടറെ അടുത്ത് വരാനോ നേഴ്സുമാരെ അടുത്ത് വരാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഇവൾ ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പോൾ എനിക്ക് സർജറിയിൽ ഇവൾ പ്രശ്നങ്ങളുണ്ടാക്കി ഇവൾ ആ തിയേറ്ററിനകത്ത് കയറത്തില്ല എന്നായിരുന്നു എൻ്റെ പേടി.
ഇവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം മോളുടെ നെറ്റിയിൽ കുരിശിട്ട് കൊടുത്ത് പ്രാർത്ഥിച്ച് മോളെ ഞാൻ തിയേറ്ററിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ കരഞ്ഞുകൊണ്ടാണ് അതിൻ്റെ അകത്തോട്ട് കയറിയത്. പക്ഷേ തിയേറ്ററിൽ നിന്ന് സർജറി എല്ലാം കഴിഞ്ഞ് നേഴ്സുമാർ എന്നോട് വന്ന് പറഞ്ഞു മോൾക്കൊരു കുഴപ്പവുമില്ല, അവൾ നല്ല ചിരിച്ചുകൊണ്ടാണ് അതിൻ്റെ അകത്ത് കിടന്നത്, ഒരു ശല്യവും ഇല്ലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ സംരക്ഷണം അവിടെയും എനിക്ക് കിട്ടി. മോൾക്ക് ഇപ്പോൾ ഡോക്ടറെ കാണാനോ നേഴ്സുമാർ ഇഞ്ചക്ഷൻ വെക്കുമ്പോഴോ യാതൊരു പേടിയുമില്ല. അവളുടെ പേടിയെല്ലാം മാതാവ് മാറ്റിത്തന്നു. 2024 എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അന്ന്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഡബിൾ വിഷൻ എന്നൊരു പ്രശ്നം വന്ന്, അങ്ങനെ എൻ്റെ ഭർത്താവ് നാട്ടിലേക്ക് വന്ന്, ഹസ്ബൻഡ് നാട്ടിൽ വന്ന് 2-ാം ദിവസം ഞാനും എൻ്റെ 2 ആൺമക്കൾ, എനിക്ക് 2 ആൺമക്കളാണ്, ആദ്യത്തെ 2 ആൺകുട്ടികളാണ്, ഞാനും എൻ്റെ 2 ആൺകുട്ടികളും ഡെങ്കിപ്പനി വന്ന് കിടപ്പിലായി. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്ന് 2-ാം ദിവസമായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. ഞങ്ങളെ നോക്കാനായിട്ട് മാതാവ് അവിടെ എത്തിച്ചതായിരുന്നു ഹസ്ബൻഡിനെ. അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്ന്. എനിക്ക് തീരെ വയ്യായികയായിരുന്നു. എൻ്റെ കൗണ്ടെല്ലാം കുറഞ്ഞ് എനിക്ക് എണീക്കാൻ വയ്യാതെ ഞാൻ 10 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. പിന്നെ 10 ദിവസത്തിന് ശേഷം കൗണ്ട് കൂടി ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നെങ്കിലും എനിക്ക് എണീറ്റിരിക്കാനോ യാതൊരുവിധ ആരോഗ്യമില്ലാതെ ഞാൻ കിടപ്പായിരുന്നു. അപ്പം ഞാൻ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ട് കിടന്ന്, അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കിടന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് നാളെ നേരം വെളുക്കുമ്പോൾ എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ എന്നെ എണീപ്പിച്ച് നിർത്തണമെന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ കിടന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് യാതൊരു വിധമായ ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ മാതാവ് എന്നെ കാത്തുരക്ഷിച്ചു. അതുപോലെ തന്നെ 2024 എൻ്റെ ഒരു നിയോഗമായിരുന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ എഴുതിയിട്ടിരുന്നു. എൻ്റെ മോൻ എൻജിനീയറിംഗ് പഠിക്കുകയായിരുന്നു. 2024 അവൻ പാസ് ഔട്ട് ആകുമ്പോൾ അവന് നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനുള്ള കൃപ കൊടുക്കണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, അതിൻ്റെ ഫലമായി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മോൻ പാസ്സാകുകയും അവൻ 2024 അവൻ ജർമ്മനിയിൽ മാസ്റ്റർ ഡിഗ്രിക്ക് പോകാനായിട്ട് അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത്, അങ്ങനെ അവൻ IELTS പരീക്ഷ എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവന് 6.5 കിട്ടി. അവൻ ജർമ്മൻ A2 പരീക്ഷയും പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അതും പാസ്സായി. അങ്ങനെ അഡ്മിഷൻ അപ്ലൈ ചെയ്തു. അങ്ങനെ മോന് അഡ്മിഷൻ കിട്ടി. ആദ്യം കിട്ടിയ അഡ്മിഷൻ വേറെ IELTSന് 7 വേണമായിരുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് 6.5 തന്നെ വേറെ കുറേ കോഴ്സുകൾക്ക് മോൻ അപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ 6.5 മതിയായിട്ടുള്ള ഒരു അഡ്മിഷൻ എൻ്റെ മോന് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ മാസ്റ്റർ ഡിഗ്രി എടുക്കാനായിട്ട് എൻ്റെ മോന് അഡ്മിഷൻ കിട്ടി. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയിരുന്നു. പക്ഷേ ആദ്യം ബാങ്കിലെ മാനേജർ പറഞ്ഞത് തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മോൻ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് മോൻ അഡ്മിഷൻ കിട്ടിയത്. അവിടെ വലിയ ഫീസൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ 12.5 ലക്ഷം രൂപ നമ്മൾ കാണിച്ചാലേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ലോണിൻ്റെ കാര്യം പലവിധ തടസ്സങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടാതെയായി. ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇത്രയും പൈസ മോൻ പോകുമ്പോഴത്തേക്ക് ഒരു 16 ലക്ഷം രൂപ ചിലവാകും. ഇത്രയും പൈസ എങ്ങനെ കണ്ടെത്തുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഹസ്ബൻഡ് വിദേശത്തുനിന്ന് നാട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പം പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, മാതാവേ ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല, മാതാവ് തന്നെ ഇത് കണ്ടെത്തി തരണം. അങ്ങനെ ഞങ്ങൾ സഹോദരങ്ങളോടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ സഹോദരങ്ങളും അയൽക്കാരും എല്ലാവരും കൂടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ കയ്യിൽ 13 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ മോന് 12.5 ലക്ഷം രൂപ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലിട്ട് മോന് VFSന് അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ VFSനുള്ള ഡേറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡേറ്റും കിട്ടി. ഓഗസ്റ്റ് 14-ാം തീയതി മോന് VFSന് പോകാൻ പറ്റി. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ മോന് വിസയും കയ്യിൽ കിട്ടി. അങ്ങനെ എൻ്റെ ഒരു 5-ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാൻ നിയോഗം വെച്ചിരുന്നു. എൻ്റെ മോൻ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ 8-ാം തീയതി എൻ്റെ മോന് ജർമ്മനിയിൽ പോകാനുള്ള ഭാഗ്യം നൽകണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ആദ്യം ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ സെപ്റ്റംബർ 11-ാം തീയതിയാണ് കിട്ടിയത്. എങ്കിലും പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് അത് 8-ാം തീയതി എന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ മോൻ ജർമ്മനിക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ജൂലൈ മാസത്തിൽ എനിക്ക് എൻ്റെ തലയുടെ ഒരു വശത്തായിട്ടൊരു സിസ്റ്റ് വന്നിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എന്നോട് പറഞ്ഞ് CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ്, അങ്ങനെ ആ സ്കാൻ ചെയ്ത് ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച്
ആ സ്കാനിങ് റൂമിൽ കയറി സ്കാനിങ് എടുത്ത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ തലയുടെ അകത്ത് യാതൊരുവിധ പ്രശ്നവും ഇല്ല, അതൊരു ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷൻ മൂലം വന്നതായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് ആ സിസ്റ്റിൻ്റെ പുറത്ത് തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സിസ്റ്റ് മാഞ്ഞു പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ആ സമയത്ത് എൻ്റെ മോള്, ഞാൻ എൻ്റെ വീട്ടിൽ പോയി, എൻ്റെ കുടുംബ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ മോൾ അടുത്ത വീട്ടിലേക്ക് പോകുന്നതിനിടെ ഒരു പട്ടി എൻ്റെ മോളുടെ പുറകെ ഓടി. അവളുടെ പപ്പ അടുത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും മോള് മുന്നേ ഓടി, പട്ടി പുറകെ ഓടി. മോളെ കടിക്കാനായിട്ട് തൊട്ടടുത്തെത്തിയപ്പോൾ അടുത്ത വീട്ടിൽ ആ ചേച്ചി വന്ന് ഈ മോളെ പൊക്കിയെടുത്ത്. ആ ചേച്ചി മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ഒരു ചേച്ചിയായിരുന്നു. എനിക്ക് മനസ്സിലായി അത് മാതാവ് തന്നെയായിരുന്നു എൻ്റെ മോളെ വന്ന് പൊക്കിയെടുത്തത്. അല്ലായിരുന്നെങ്കിൽ ആ പട്ടി ആ സെക്കൻഡിന് എൻ്റെ മോളെ കടിച്ചേനായിരുന്നു. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന്. എപ്പോഴും ഒരു ചെറിയ പ്രശ്നം വന്നാലും അത് എൻ്റെ മാതാവ് എനിക്ക് പരിഹരിച്ചു തരുമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും എല്ലാം. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പാവപ്പെട്ടവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുകയും രോഗികൾക്ക് വേണ്ട അവരെ തൈലം പൂശി പ്രാർത്ഥിച്ച് അവർക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ രാവിലെ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം വഴിയരികത്തിരിക്കുന്നവർക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ രോഗികൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൃപാസനം എന്ന് പറയുന്നൊരു ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിലൂടെ ഞങ്ങൾ മാസത്തിൽ രോഗികൾക്കും അനാഥ മന്ദിരങ്ങൾക്കെല്ലാം സഹായം കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പത്രം ഞാനും എൻ്റെ മോളും കൂടി എല്ലാ വീട്ടിലും കയറി ഇറങ്ങി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ആത്മീയ വിശദീകരണത്തിനായി ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എല്ലാ ദിവസവും എനിക്ക് രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാൻ പറ്റുന്നത്. അതിലൂടെ എൻ്റെ ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ട്. 1 വർഷമായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയില്ലെങ്കിലും എൻ്റെ സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മാതാവ് ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ടോമി, ഞാൻ അമ്പലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2021 ഒക്ടോബർ 8-നാണ്. ഞാൻ ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഇതെൻ്റെ മോനാണ്. എൻ്റെ മോന് ചെറുപ്പം മുതലേ പനി, ശ്വാസം മുട്ടൽ, അലർജി തുടങ്ങിയ രോഗങ്ങളുണ്ടായിരുന്നു. എവിടെയെല്ലാം ചികിത്സിച്ചിട്ടും അവന് കുറവ് വരുന്നില്ല. ഹോമിയോ, ആയുർവേദം, അലോപ്പതി ഇവയെല്ലാം ചികിത്സിച്ചു. എന്നിട്ടും എല്ലാ മാസവും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സയാണ്. കൂടി മാത്രമല്ല, ചില ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്നും കഴിക്കാനും പാടില്ല. അങ്ങനെ ഒരു സാധനവും കഴിക്കാൻ പാടില്ലാതെ നമ്മൾ വളരെ വിഷമിച്ചു. അതിനുശേഷം ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഞാനൊരു ദിവസം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കോവിഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അച്ഛനെ ഞാൻ കണ്ടു. അപ്പോൾ അച്ഛൻ എനിക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാൻ അച്ഛനോട്, അച്ഛൻ എൻ്റെ മോൻ ഇങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഉടമ്പടി എടുക്കുന്ന സമയം അവിടെ ഉടമ്പടി എടുക്കുന്നില്ല, കോവിഡ് സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തും 2-3 മാസമായപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ കണ്ട സ്വപ്നം ഇതാണ്. അച്ഛൻ ആരുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ നടത്തുന്ന പോലെ ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. പിന്നീട് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉടമ്പടി തുടങ്ങി. അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ മോനെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് ബ്ലസ് ചെയ്യിച്ചു. അപ്പോൾ അവൻ്റെ നടുവേദന തുടങ്ങിയായിരുന്നു. അപ്പോൾ നടുവേദനയ്ക്കെല്ലാം മോചനം ലഭിച്ചു. പിന്നെ ഞാൻ ഈ നടുവേദനയുടെ കാര്യം പിന്നെ ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് താമസിച്ചു പോയി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം വീണ്ടും ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഇവിടെ വന്ന് ഞങ്ങൾ വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ഒരു സ്ത്രീ എൻ്റെ മകനെ ഗോവണി വഴി താഴോട്ട് ഓടിച്ചുകൊണ്ട് വരുന്നതായിട്ടൊരു സ്വപ്നമാണ് കണ്ടത്. ഓടിച്ചുകൊണ്ട് വന്ന് അവൻ തറയിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരു മെലിഞ്ഞ് ഉണങ്ങിയ എന്തോ ഒരു രൂപമായിട്ട് മാറുന്ന ഒരു സ്വപ്നം കണ്ടു. ഇതിനുശേഷം പിന്നീട് ഞാൻ മനസ്സിലാക്കി നോക്കിയപ്പോഴേക്കും പിന്നെ അവൻ്റെ അസുഖങ്ങൾ കുറേ നാളായിട്ട് മാറി നിൽക്കുന്നതായിട്ട് കണ്ടു. ഞാൻ നോക്കിക്കളയാം, എപ്പോഴാണ് ഇത് കുറയുന്നത് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് സംശയിച്ചു. അതിൻ്റെ ഫലം വീണ്ടും നടുവേദന തുടങ്ങി. വീണ്ടും MRI ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാനിപ്പം മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എന്നോട് ക്ഷമിക്കണേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് MRI എടുത്തപ്പോഴത്തേക്ക് നടുവിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ വിറ്റാമിൻ ഡിയുടെ കുറവാണെന്ന് മനസ്സിലായി.
മാതാവ് വഴി ഈശോ മാതാവിൻ്റെ മജിസൽ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. മറ്റൊരു സംഭവം എനിക്കുണ്ടായത്, ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് വീണെൻ്റെ വലത് തോള് എൻ്റെ മസിൽ പൊട്ടി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ടു. അപ്പോൾ അച്ഛൻ ഞാനിവിടെ വന്ന് അൾത്താരയിൽ വന്ന് മുട്ടുകുത്തി നിന്നപ്പോൾ തന്നെ എൻ്റെ കൈ ഇങ്ങനെ വൈബ്രേഷനാണ് ചെയ്തു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും രോഗമുണ്ടോ? ഞാൻ പറഞ്ഞില്ല അച്ഛാ, അച്ഛൻ എന്തോരം സംശയിച്ച് നിൽക്കുന്നത് പോലെ കണ്ടു. പക്ഷേ എന്തായാലും എൻ്റെ അസുഖം കുറഞ്ഞു. ഇത് മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ സാക്ഷ്യം പറയാൻ താമസിച്ചാൽ ഞാൻ മാതാവിനോട് ഈശോയും ക്ഷമ ചോദിക്കുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ദൈവിക സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കത് നിത്യതയിലേക്കുള്ളൊരു വാതിലാണ് നമുക്ക് തുറന്നു തരുന്നത്. മോശയെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിക്കാനായിട്ട് ദൈവം മോശയെ നിയോഗിച്ചതുപോലെ ഇപ്പോൾ ഈ ലോകമാകുന്ന ഈ പല അടിമത്തങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം അച്ഛനെ നിയോഗിച്ചിരിക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അച്ഛന് വേണ്ടിയും അച്ഛൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈശോ എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അമ്മ ഉടമ്പടിയിലായിരിക്കുമ്പം ഞാൻ ഈ സാക്ഷ്യമൊക്കെ കേൾക്കുമല്ലോ. അപ്പോൾ സാക്ഷ്യം കേൾക്കുമ്പം ഈ ആൾക്കാർ വന്നിട്ട് എറ്റേണൽ ലൈഫ് നിത്യജീവന് വേണ്ടി ആണ് ശ്രമിക്കുന്നതെന്നും നിത്യജീവന് വേണ്ടി ശ്രമിക്കുന്നത് കാണുമ്പം എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഒരാഗ്രഹമായി. അപ്പം ഞാൻ 2 തവണ ഇവിടെ ഉടമ്പടി എടുക്കാൻ പോയി. അപ്പം ഇവിടെ നിന്ന് തന്നെ ഇല്ല, ഒരാൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ആർട്ടിക്കൽഷിപ്പ് ചെയ്തു, CA ആർട്ടിക്കൽഷിപ്പിന് കയറി. അപ്പോൾ കയറുന്നതിൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ചാൽ ഉടമ്പടിയൊക്കെ ഉണ്ട്, നമുക്ക് മാതാവ് നമ്മളെ കാര്യത്തിന് നിൽക്കും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ ആർട്ടിക്കൽഷിപ്പിന് കയറിയത്. ആർട്ടിക്കൽഷിപ്പ് കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവിടെ എനിക്കൊരു കമ്പനി ഇൻകോർപ്പറേഷൻ കിട്ടി. അപ്പം കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ സീനിയേഴ്സ് എല്ലാം എക്സാം എഴുതാൻ പോയി. അപ്പോൾ ക്ലയൻറ്റ് തന്ന ഇൻഫോർമേഷൻ കംപ്ലീറ്റ് അല്ല. അപ്പം ഞങ്ങൾ സാറും ക്ലയൻറ്റും തമ്മിലുള്ള ഇതിൻ്റെ ഇടയിൽ പെട്ടപ്പോൾ എനിക്ക് ചെറിയ കാര്യം വരുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം വരും. അപ്പം ഈ സംഘർഷത്തിൽ എനിക്ക് ഭയങ്കര സംഘർഷമായി, എനിക്ക് ഭയങ്കര ഭയവും ഇതൊക്കെയായി. അപ്പോൾ എനിക്ക് ഉടനെ തന്നെ ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു ഇതായി. അങ്ങനെ ആഗ്രഹിച്ച് അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. അപ്പോൾ ഇവിടുത്തെ ബോർഡിൽ എഴുതിയിരിക്കുന്നു, ഇനി 18 വയസ്സിന് മേളിലുള്ളവർക്കെല്ലാം വ്യക്തിപരമായിട്ട് ഉടമ്പടി വേണമെന്ന്. അങ്ങനെ ഞാൻ ആ ഉടമ്പടി എടുത്തു. അതിന് ശേഷം എനിക്കുണ്ടായ വേറൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴേക്കും എന്നോട് ചോദിച്ചു സാക്ഷ്യം വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ സാക്ഷ്യങ്ങളൊന്നും ഇല്ല അങ്ങ്. അപ്പോൾ അതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുക്കളയിൽ അമ്മയ്ക്ക് ചായ ഇട്ടിട്ട് തിരിച്ച് വന്നപ്പം ഒരു ചെറിയ മണം. അപ്പം ഞാൻ വന്ന് നോക്കുമ്പം ഈ ഇലക്ട്രിക് സ്റ്റൗ പഴയ ഇലക്ട്രിക് സ്റ്റൗ ഉണ്ടായിരുന്നത് ചുമ്മാ പുതിയതായിട്ട് ഞങ്ങൾ വെച്ചാൽ. അപ്പം ആ ഇലക്ട്രിക് സ്റ്റൗ പുകയാൻ തുടങ്ങി. അപ്പം അപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഇതായി കൺഫ്യൂഷൻ, എന്ത് ചെയ്യണം. ഉടനെ ഞാൻ അത് ഓഫാക്കി അമ്മയെ നോക്കി അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ ഇത് കത്താൻ തുടങ്ങി. അപ്പം അടുത്തൊക്കെ ഹോം അപ്ലയൻസ് വേറെ ഉണ്ട്, അതുപോലെ തന്നെ വുഡിൻ്റെ കബോർഡാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് തീ കത്തുമല്ലോ എന്നൊക്കെ പെട്ടെന്ന് ഉള്ള വിചാരമായി. ഉടനെ ഞാൻ വെള്ളം കോരി ഒഴിക്കാൻ പോയി. വെള്ളം കോരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രിക് അപ്ലയൻസ് ആയതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ പറ്റുമോ, ഇത് പുകയുന്നുമുണ്ട്, കത്താനും തുടങ്ങി. അപ്പം 2-3 തവണ വെള്ളം ഒഴിച്ചിട്ടും അത് കെടുന്നില്ല. അപ്പോൾ ഉടനെ അമ്മ ഉടനെ പോയി ഉടമ്പടിയുടെ ഉപ്പ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. അങ്ങനെ ആ ഉപ്പ് ഞാൻ എടുത്ത് ഈ കത്തുന്നതിൻ്റെ മേലോട്ട് ഇട്ട ഉടനെ ആ കത്തിൽ നിന്നു. അത് എനിക്ക് ഒരു വലിയ സാക്ഷ്യം പോലെയാണ്. കാരണം വലിയ സാക്ഷ്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം ഒരു സാക്ഷ്യമായിട്ട് മാറിയത്.
അതുപോലെ തന്നെ ഈ ഞാൻ പറയില്ല, ചെറിയ ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെടും. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉടമ്പടി പ്രാർത്ഥനയിലായിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു സംരക്ഷണമാണ്. ഈ ഉടമ്പടിയിൽ വന്നേ പിന്നെ എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും അത് പ്രശ്നം എന്നെ ബാധിക്കും, പക്ഷേ അത് എന്നെ കൊല്ലില്ല. അങ്ങനെ വെച്ചാൽ എപ്പോഴും ഒരു ഷീൽഡ് പോലെ, ഒരു ഇൻസുലേഷൻ പോലെ എപ്പോഴും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ ഹോളി മാസ് കൂടിയിട്ട് കൺഫെഷൻ ചെയ്തിട്ട് മാത്രമേ ഞാൻ പത്രം വിതരണം ചെയ്യത്തുള്ളൂ. പത്രം വിതരണം ചെയ്യുമ്പം പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പത്രം വിതരണം ചെയ്യുന്നത്. അപ്പോൾ പത്രം വിതരണം ചെയ്യുന്ന സമയത്ത് ചിലവരെന്നെ കളിയാക്കും, ചിലവർ അവരുടെ ആവലാതി പറഞ്ഞ് സങ്കടം കേൾക്കും. അപ്പോൾ അവരുടെ സങ്കടം കേൾക്കും. ചിലവർ സന്മനസ്സോടെ സ്വീകരിക്കും. അപ്പോൾ ഈ 3 ഭാവങ്ങളും കാണും. അപ്പോൾ കളിയാക്കുന്നവരോട് ഞാൻ തിരിച്ച് കളിയാക്കുക ഒന്നും ചെയ്യാതെ കാമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ അവർ അത്ഭുതത്തോടെ ചിലപ്പോൾ നോക്കാറുണ്ട്. അപ്പം എന്നിട്ട് ഒരു ചേട്ടൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ കാമായിട്ട് പ്രവർത്തിച്ച് ആണ് നിങ്ങൾ ആൾക്കാരെ കയ്യിലെടുക്കുന്നത്. ആ രീതിയിൽ ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും കൃപാസനത്തിൽ വരുമ്പോൾ ഇവിടെ വരാൻ എനിക്ക് ഇച്ചിരി മടിയുണ്ട്, പക്ഷെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സമാധാനമാണ്. ഞാൻ ഇത്രയും തിരക്കുണ്ടായിട്ടും പലപ്പോഴും ഭയങ്കര സമാധാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ആൾക്കാർക്ക് എന്നോട് സഹായം ചോദിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയും, അതുപോലെ തന്നെ പൂർ ഹോമിൽ പോയി അവിടെ അപ്പാപ്പന്മാർക്ക് അവരോട് സംസാരിക്കുകയും അവരുടെ നഖം വെട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം. അങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്ത് ഈ നിത്യജീവന് വേണ്ടി ഞാൻ ഈ കരുതലിനെ ഓർത്തും ഞാൻ നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും. കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അവസരം തന്ന തിരുക്കുമാരനും പരിശുദ്ധ കന്യകാമാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഡോക്ടർ മിനു റോസമ്മ. ഞാൻ എറണാകുളം ജില്ലയിലെ ചേന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. അന്ന് ഞാൻ എൻ്റെ MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ ഡിഗ്രി പഠനകാലം മുതൽ തന്നെയുള്ള വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ്റിൽ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യാനായിട്ട് അവസരം ലഭിക്കണമെന്നുള്ളത്. അത് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗമായിട്ട് ആ സമയത്ത് തന്നെ വെച്ചിരുന്നു. PG പഠനകാലത്ത് ആ സമയത്ത് ഞാൻ ഒരു ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറിൻ്റെ പരീക്ഷ എഴുതുകയും റിസൾട്ട് കാത്തു നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചത്. പക്ഷേ ആ സമയത്ത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ മെഡിക്കൽ ഓഫീസർ ലിസ്റ്റിൽ സ്ഥാനം ലഭിച്ചില്ല. പക്ഷേ ഞാൻ നിരാശപ്പെട്ടില്ല. മാതാവിൻ്റെ വലിയ അത്ഭുതകരമായ കാര്യം എന്നോടൊത്ത് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഇപ്പോൾ എനിക്ക് 40 വയസ്സ്. അപ്പോൾ അന്ന് ഞാൻ ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശോയെ, എൻ്റെ മാതാവേ, എൻ്റെ ചാൻസുകൾ തീരാറായി, വയസ്സ് അതിക്രമിച്ചു വരുന്നു. പക്ഷേ ഉടമ്പടിയിൽ എനിക്ക് ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറായി ജോലി ലഭിക്കണമെന്നുള്ള നിയോഗം ഞാൻ പുതുക്കി വയ്ക്കുകയും എൻ്റെ ഉടമ്പടി കാര്യങ്ങളിൽ കൂടുതൽ വിശ്വസ്തതാപൂർവ്വം മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം ഇവിടെ എനിക്ക് ഈ അൾത്താരയിൽ പറയാൻ എനിക്ക് മാതാവ് അവസരം തന്നിരുന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. അങ്ങനെ PG പഠനകാലം വിജയകരമായി പൂർത്തിയാകുകയും എനിക്ക് ഗവൺമെൻറ് ജോലിയിൽ താൽക്കാലികമായിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ താൽക്കാലികമായിട്ട് കരാറടിസ്ഥാനത്തിൽ PG പഠിച്ച് ഇറങ്ങിയ ഉടനെ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ, ഞാൻ ഗവൺമെൻറ് പെർമനൻറ്റ് പോസ്റ്റിനാണ് ആഗ്രഹിച്ചത്, പക്ഷേ അമ്മയുടെ ഇഷ്ടം ഇതാണെങ്കിൽ നടക്കട്ടെ. എങ്കിലും എൻ്റെ ഉടമ്പടി അതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആ 1 വർഷത്തെ കരാർ നിയമനത്തിൽ ജോലിക്ക് പ്രവേശിച്ച എനിക്ക് 1 മാസത്തിനുള്ളിൽ ചെന്ന ഉടനെ തന്നെ മേലധികാരിയിൽ നിന്ന് അറിഞ്ഞു, ചിലപ്പോൾ 1 മാസത്തിനുള്ളിൽ താങ്കളുടെ ജോലി പോകാൻ സാധ്യതയുണ്ട്. ഒരു ട്രാൻസ്ഫർ വരുന്നത് സംബന്ധിച്ച് ഉള്ള കാര്യം കൊണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ ഉടനെ തന്നെ ഉടമ്പടി തലമെടുത്ത് വിശ്വാസപൂർവ്വം എൻ്റെ ക്യാബിനിൽ എൻ്റെ ടേബിളിൽ വന്ന് വരച്ചിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, മറ്റൊരു നല്ല ജോലി ലഭിക്കുന്നത് വരെ ഇവിടെ നിന്ന് എനിക്ക് മാറിപ്പോകാൻ അമ്മ ഇടവരുത്തരുതേ എന്ന്. അതുപോലെ തന്നെ 1 മാസം ഉണ്ടാകുമുള്ളൂ എന്ന് എന്നോട് മേലധികാരി പറഞ്ഞ സ്ഥലത്ത് ഞാൻ 2 വർഷക്കാലം, 1 വർഷത്തെ കരാർ വീണ്ടും പുതുക്കി 2 വർഷക്കാലം അവിടെ തന്നെ ജോലി ചെയ്യുന്നതിന് എനിക്ക് മാതാവ് അവസരം നൽകി. അത് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു എയ്ഡഡ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ആയുർവേദ കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് മാതാവ് എനിക്ക് അവസരം തന്നു. ഇതിനിടയിൽ വളരെ അത്ഭുതകരമായിട്ട് നോർമലി ഇനി നെക്സ്റ്റ് ഒരു PSC MO എഴുതാനുള്ള അവസരം എനിക്ക് ഉണ്ടാകുമോ എന്നതിന് സംശയിച്ചിരുന്ന സമയത്ത് എൻ്റെ സ്പെഷ്യലൈസേഷൻ, ഞാൻ ചെയ്ത MD സ്പെഷ്യലൈസേഷൻ വിഭാഗത്തിൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് ഒരു വേക്കൻസിയിലേക്ക് PSC വിളിച്ചു.
അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നേക്കാളും മിടുക്കരായ എത്രയോ പേരുണ്ട്, ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷെ മാതാവേ, അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ശ്രമിച്ചു. രാവിലെ ഓൾമോസ്റ്റ് 7-7:30 ആകുമ്പം നമ്മുടെ ജോലി സ്ഥാപനത്തിലെത്തണം. വൈകുന്നേരം 7 മണിയൊക്കെ ആവും ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ. അതിൻ്റെ ഇടയിൽ യാത്ര, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്നുകൊണ്ട് എറണാകുളത്തേക്കുള്ള യാത്ര, പഠനത്തിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ വളരെ ആഗ്രഹത്തോടുകൂടി ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ പറഞ്ഞു, മോളെ നീ ഇത്രയും ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നുകൊണ്ട് പറയുകയാണ്, നിനക്ക് ഞാനപ്പോൾ 2 ആഴ്ച ഒരു ലീവ് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഈ 2 ആഴ്ചയൊന്നും പഠിച്ചിട്ടൊന്നും കിട്ടത്തില്ല, ആളുകൾ 1 വർഷമൊക്കെ ഇരുന്ന് പഠിക്കുന്നതാണ്, നീ പിന്നീട് നിരാശപ്പെടരുത്, വിഷമിക്കരുത്, അതുകൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വിഷമം തോന്നി. എനിക്ക് അത്ര ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ ഞാൻ ഉടനെ ഇവിടെ മാതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്നു. അവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന സഹായവുമൊക്കെ നേടി പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. ആ സമയത്ത് എനിക്ക് മുന്നേ കോവിഡ് വന്നതുകൊണ്ട് കണ്ണിൻ്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് അധികം നേരം സ്ട്രെയിൻ ചെയ്ത് വായിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ആ ബ്ലെസ്സിങ്, പരീക്ഷയ്ക്ക് വേണ്ടി ബ്ലെസ്സിങ് കിട്ടിയതോടുകൂടി എനിക്ക് വായിക്കാനൊക്കെ പറ്റുകയും ഓൾമോസ്റ്റ് 5 days എനിക്ക് ലീവ് സാങ്ഷനായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ 5 ദിവസത്തെ 5 അപ്പത്തെ 5000 ആക്കി മാറ്റിയ അമ്മയുടെ തിരുക്കുമാരനോട് പറഞ്ഞ് ഈ 5 ദിവസത്തെ 5000 മണിക്കൂറുകളാക്കി അമ്മ മാറ്റി എൻ്റെ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അമ്മയുടെ കാശുരൂപവും ഉപ്പുമൊക്കെ കൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോവുകയും ഒരുമാതിരി നല്ല ടഫ് എക്സാം ആയിരുന്നു. പരീക്ഷ പൂർത്തിയാവുകയും ചെയ്തു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ആ ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിച്ചു. പക്ഷേ ഗവൺമെൻറ് കാര്യമാണല്ലോ, ലിസ്റ്റിൽ വന്നാലും പിന്നെയും ഇൻ്റർവ്യൂ, പിന്നെ അപ്പോയിൻമെൻറ്റ്, അങ്ങനെ കുറേ കടമ്പകളുണ്ട്. ഇങ്ങനെ ഞാൻ താൽക്കാലികമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അത്ഭുതകരമായ കാര്യം കൂടി സംഭവിച്ചു. നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്ന ഇതിൽ, നാഷണൽ ആയുഷ് മിഷനിൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് ഒരു പരീക്ഷ ആപ്ലിക്കേഷൻ വിളിച്ചു. അപ്പം ഞാനത് അപ്ലൈ ചെയ്തെങ്കിലും കിട്ടില്ല, ഇനി പഠിക്കാൻ സമയമൊന്നുമില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മാതാവല്ലേടി നിൻ്റെ കൂടെ ഉള്ളത്, നീ വെറുതെ പോയി പരീക്ഷ എഴുതിയേച്ച് വാ, ഉടമ്പടി കാശുരൂപം കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതല്ലേ, അനുസരിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ട്രിവാൻഡ്രത്ത് ആ എക്സാം സെൻറ്ററിൽ പോയി. ചെന്നപ്പോൾ പ്രത്യേകിച്ച് വായിക്കാനൊന്നുമില്ല, പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല. ഉടമ്പടി കാശുരൂപം എടുത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതി ഞാൻ തിരിച്ചു വന്നു. ആ നാഷണൽ ആയുഷ് മിഷൻ്റെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വ്യക്തി ഞാനായിരുന്നു. അത് ഞാൻ ആ റിസൾട്ട് പോലും ഞാൻ നോക്കിയില്ല, മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ എന്താണ് ഗ്രേസ്, എന്താണ് നമ്മുടെ ക്വാളിറ്റി? ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. പൂർണ്ണമായിട്ട് ഞാനൊരു സീറോയും ദൈവം മാത്രം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാത്രമാണ് അവിടെ വർക്കൗട്ടായത്. അതിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ സെക്കൻഡ് റാങ്ക്, ഇൻ്റർവ്യൂവിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എഴുതിയ PSC പെർമനൻറ്റ് പോസ്റ്റിലേക്കുള്ള സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. കഴിഞ്ഞ മാസം ഞാൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് PSCയിൽ തന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ മാതാവ് നമ്മൾ ഇനി ഒരിക്കലും എനിക്കൊരു ചാൻസ് ഇല്ല, ഇത്രയും വയസ്സായില്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു വേക്കൻസിക്ക് വേണ്ടി മാതാവ് എനിക്കിപ്പോൾ ഒരു പരീക്ഷ വിളിക്കുകയും അതിൽ പഠിക്കാൻ സമയമില്ലാത്ത എന്നെ 5 ദിവസത്തെ കുറച്ച് സമയങ്ങൾ പഠിക്കാൻ ഉണ്ടെങ്കിലും മാതാവ് കൂടെ വന്ന് പരീക്ഷയിൽ എന്നെ വിജയിപ്പിക്കുകയും അപ്പോയിൻമെൻറ്റിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോയിൻമെൻറ്റിൽ എത്തിയ സമയത്ത്, അപ്പോയിൻമെൻറ്റ് ചെന്ന സമയത്തും കുറച്ച് സാങ്കേതിക പ്രശ്നം മൂലം അപ്പോയിൻമെൻറ്റ് ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു സംശയത്തിൽ ഞങ്ങളൊരു നിമിഷം സന്ദേഹപ്പെട്ട് ഒരു നിമിഷം ഉണ്ടായി. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ എല്ലാവരോടും പറഞ്ഞു അമ്മ തന്ന ജോലിയാണിതെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്. ജോലി എനിക്ക് വേറെ കിട്ടുമായിരിക്കും, പക്ഷേ എൻ്റെ അമ്മയും ഞാൻ പറഞ്ഞതാണ് ഈ ജോലി അമ്മ തന്നെയാണ്, അതുകൊണ്ട് എനിക്കിതിൽ എന്തായാലും ജോലിയിൽ പ്രവേശിക്കണം. പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അതിനുള്ള കറക്റ്റായിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം വളരെ അത്ഭുതകരമായിട്ട് റെഡിയാവുകയും എനിക്ക് നന്നായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. അമ്മ ചെയ്ത ഈ വലിയ അത്ഭുതം, മഹാത്ഭുതം, 40 വയസ്സായി നിൽക്കുന്ന എനിക്ക് 40ാമത്തെ വയസ്സിൽ കിട്ടിയ ഗവൺമെൻറ് ജോലി, എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള എൻ്റെ ആഗ്രഹം, അതിന് നന്ദി പറയുന്നു. ഇത് പറയുമ്പോൾ ഇതിന് മുന്നേ ഞാൻ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. 1 വർഷമൊക്കെ ലീവ് എടുത്തിരുന്നു, ജോലി കളഞ്ഞും 1.5 വർഷം പ്രിപ്പയർ ചെയ്തിട്ടും ഒക്കെ ഞാൻ പരീക്ഷ എഴുതി. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പനി വരും, അസുഖം വരും, അല്ലെങ്കിൽ ബ്രിമ്മിൽ വന്നിട്ട് ഔട്ടായി പോവും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു. ഈ തടസ്സങ്ങളൊക്കെ മാറ്റിയാണ് മാതാവിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടത്. ഇതിന് 1000 കോടാനുകോടി നന്ദി അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെ ഒരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെച്ചത്. ഹസ്ബൻഡ് ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം. അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻസൊക്കെ ചെയ്ത് സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കോവിഡും കാര്യങ്ങളും വന്ന് ഞങ്ങൾ വളരെയധികം വിഷമസ്ഥിതിയിലും പ്രതിസന്ധിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ജോലി ചെയ്യാൻ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത്
അദ്ദേഹത്തിനൊരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗം വെച്ചത്. പക്ഷേ ഞാൻ ഇവിടെ വന്നൊരിക്കൽ പുതുക്കിയിട്ട് പോകുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്തിനാണ് ഇങ്ങനെ ബലം പിടിക്കുന്നത്? അമ്മയുടെ ഇഷ്ടം പോലെ, എനിക്കറിയില്ല ഇതിലേതാ നല്ലതെന്ന്. അപ്പോൾ ഞാൻ എഴുതി ബിസിനസ്, ഒരു ബാർ ഇട്ടു, എന്നിട്ട് ഓർ ജോലി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഈ പത്രം കൊണ്ടിട്ട് ഗവൺമെൻറ് ആശുപത്രിയിലും അവിടെയൊക്കെ നടന്ന് വഴിയിലുമൊക്കെ കൊടുത്ത് ഇങ്ങനെ അന്നത്തെ ആ പ്രാവശ്യത്തെ പത്രം എല്ലാം കൊടുത്തിങ്ങനെ തിരിച്ച് ബസ്സിൽ കയറുകയാണ്. അപ്പോൾ ഒരു കോൾ വന്നു ഹസ്ബൻഡ് ബിസിനസ് പരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം, അവരുടെ കുറച്ച് വർക്കുകൾ അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ MD വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു സ്റ്റാഫായിട്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബിസിനസ് വിടാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ടും കൂടി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവരുടെ ഓൾമോസ്റ്റ് പാർഷ്യൽ സ്റ്റാഫായിട്ടും ബിസിനസ്. അപ്പോൾ ആ ബാറിട്ട് ഞാൻ വെച്ച ഉടമ്പടി അപ്പോൾ ഒന്നും കൂടി എന്നെ മാതാവ് അത്ഭുതപ്പെടുത്തി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മാതാവിൻ്റെ കയ്യിൽ കൊടുത്തു, ബിസിനസ് ഓർ ജോലി. ഇപ്പോൾ ഇത് രണ്ടും അദ്ദേഹത്തിന് കൊണ്ടു നടക്കാൻ സാധിക്കുന്നു. ഇതിന് 1000 നന്ദി അമ്മയ്ക്ക് ഞാൻ അർപ്പിക്കുന്നു. ഇത് കൂടാതെ ഞാൻ അമ്മയോട് എന്നെ കൃപാസനം ഫസ്റ്റ് ഒരു സാക്ഷ്യം വെച്ച് ഉടമ്പടി വെച്ചിരുന്നത്, കൃപാസന മാതാവിൻ്റെ സാക്ഷിയായിട്ട് എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും മരണം വരെ കൊണ്ടുപോകണമെന്നാണ്. ഞാനിപ്പോൾ എൻ്റെ ചുറ്റും കാണുന്നവരോടൊക്കെ മാതാവിനെ പറ്റി പറയാറുണ്ട്, കൃപാസന മാതാവിനെ പറ്റി സാക്ഷ്യപ്പെടുത്താറുണ്ട്. പക്ഷെ അത് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിലല്ല. മറ്റുള്ളവർ വേദനിക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എത്ര നല്ല മാതാവ്, അത്ഭുതങ്ങളുടെ കലവറ ഇവിടെ ഇരിക്കുന്നു, എന്തുകൊണ്ട് അവരിത് അറിയുന്നില്ല? ഈശോയെ അവർക്കും കൂടി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ എന്നുള്ള ആ തീക്ഷ്ണമായ ആഗ്രഹത്തിൽ മാതാവിനോട് അവരെ പറ്റി പറയുകയും അങ്ങനെ ഒത്തിരി പേർക്ക് മാതാവിനോട് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനും മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഈ നമ്മുടെ 6 നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളുണ്ടല്ലോ, അത് ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ചെയ്ത സമയത്ത് എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുക. ഞാൻ സ്വയം എന്നെപ്പറ്റി വിചാരിച്ചിരുന്ന ഞാൻ വളരെ നല്ല വ്യക്തിയാണ് എന്നൊക്കെ സ്വന്തം ഒരു ചിന്തയുണ്ടല്ലോ, കുഴപ്പമില്ല, തരക്കേടില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ ഉള്ളിൽ ഞാനെന്നൊരു ഭാവം, അഹംഭാവം ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അപ്പനെ ആകട്ടെ അമ്മയാകട്ടെ ആരോടാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചറിയാം. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടെന്ന്. പക്ഷേ അതെനിക്ക് മനസ്സിലാക്കാനും കൂടുതൽ എളിമപ്പെടാനും എൻ്റെ മാതാപിതാക്കളോടാണെങ്കിലും എൻ്റെ ഭർത്താവിനെയാണെങ്കിലും പരിപൂർണമായിട്ടും അവരെ അനുസരിക്കാനും വിധേയപ്പെടാനും സ്നേഹിക്കാനും ആ ഒരു തലത്തിലേക്ക് എൻ്റെ മാനസികാവസ്ഥയെ മാറ്റാൻ ഈ ഇതിൽ സാധിച്ചു. അതുപോലെ എനിക്ക് സ്വർഗസ്ഥനായ ഉടമ്പടി എടുത്ത് കുറച്ച് കൃത്യമായിട്ട് പാലിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് സ്വർഗസ്ഥനായ എന്ന് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലാൻ പറ്റാതായി. അപ്പോൾ ഒക്കെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ വേദനിപ്പിച്ചോ ഒക്കെ പോയ ആളുകളുടെ ചിന്തകളൊക്കെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ഈശോയുടെ മുന്നിൽ ക്ഷമ ചോദിച്ച് മുന്നോട്ട് പരമാവധി എൻ്റെ തെറ്റുകുറ്റങ്ങൾ കുറച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. മാത്രമല്ല, പുതിയതായിട്ട് ആരെങ്കിലും എന്നെ വേദനിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ. പണ്ടാണെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ ശ്രമിക്കും, പക്ഷെ ഇപ്പം ഞാൻ ആ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പിന്നീട് അവരൊക്കെ സ്നേഹത്തോടുകൂടി എന്നോട് പെരുമാറുന്ന കണ്ടീഷൻസിലേക്ക് മാറ്റുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ഒത്തിരി നന്ദി. അതേപോലെ ബൈബിൾ വായനയിലാണെങ്കിലും അനുദിനം എന്ത് പ്രശ്നം വന്നാലും ഓടിച്ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെക്കും, എന്നിട്ട് തുറന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് എല്ലാ ദിവസവും മാതാവ് ഈശോ എന്നെ ആ വചനത്തിലൂടെ എന്ത് പ്രശ്നങ്ങളിലൂടെയാണെങ്കിലും നയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനത്തിലാണെങ്കിലും ബൈബിൾ വചനത്തിലാണെങ്കിലും നമ്മുടെ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നതിലാണെങ്കിലും നമ്മുടെ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളിലൂടെയാണെങ്കിലും അനുദിനം നമ്മളെ മോഡിഫൈ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും ഒരു പൂർണ്ണതയിലെത്തിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര വ്യത്യാസങ്ങൾ വന്നോ എന്നല്ല, മുൻപുള്ളതിൽ നിന്ന് ഒരല്പമെങ്കിലും വ്യത്യാസത്തിലേക്ക് മാറാൻ എനിക്ക് സാധിച്ചു. അതിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഡെയിലി ബ്രെഡിനെ പറ്റിയാണ്. ഈ ഡെയിലി ബ്രെഡ് പ്രയറിൽ ഞാൻ ആദ്യം സമയം എത്തുമോ കാരണം ഞാൻ 7 മണിക്കൂർ യാത്ര ചെയ്തായിരുന്നു മുൻപ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോകും, വൈകിട്ട് എത്തുന്നത് 7:30 7:45 അതിൻ്റെ ഇടയിൽ വെളുപ്പിന് എഴുന്നേറ്റ് പണികൾ. എന്നാലും ഞാൻ അടുക്കളയിൽ ഇത് ഓണാക്കി വെക്കും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ നിത്യമുള്ള തിരികത്തിച്ചുള്ള പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കും. അപ്പോൾ ഡെയിലി ബ്രെഡ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കും. അതിലൂടെ ഓരോ ദിവസത്തെ പ്രശ്നത്തിനും എന്തെങ്കിലും എനിക്കൊരു പ്രശ്നമുണ്ട്, അന്ന് അച്ഛൻ അത് പ്രസംഗത്തിൽ പറയും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ദിവസം വളരെ വിഷമിച്ച് ഒരു കാര്യത്തിൽ ഡിപ്രഷനായിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ജോലി സ്ഥലത്ത്. എന്ത് പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛനിന്ന് പറഞ്ഞു ഇങ്ങനെ ഡിപ്രഷനിലായിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാറ്റം. അതുപോലെ എന്ത് പ്രശ്നമാണോ നമ്മൾ അന്ന് അഭിമുഖീകരിക്കുന്നത് അതാണ് പറയുന്നത്. അതെങ്ങനെയാണ്
പരിശുദ്ധാത്മാവ് അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ അനുദിനം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് ഒത്തിരി പ്രവർത്തനങ്ങൾ നൽകിയത്. പിന്നെ എനിക്ക് ആദ്യമായിട്ടൊരു ജോലി PGക്ക് ശേഷം ജോലി കിട്ടിയപ്പോൾ മുതൽ കൃത്യമായിട്ട് ഞാൻ എൻ്റെ ദശാംശം ഇവിടെ ഉടമ്പടിക്ക് വന്നതിന് ശേഷം കൃത്യമായിട്ട് അത് ഞാൻ കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന രോഗികൾക്കായിരിക്കാം, അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. പിന്നെ ചില സന്ദർഭങ്ങളിൽ അനാഥാലയങ്ങളിൽ പോയി കുട്ടികളെ കുളിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്നാൽ കഴിയുന്ന സമയം എൻ്റെ കഴിവിനൊത്ത് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരി അനുഭവങ്ങൾ ഓരോ ദിവസവും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഉടമ്പടി, ഇപ്പം ഹസ്ബൻഡിനാണെങ്കിലും ഇവിടുത്തെ ഉടമ്പടിയിലും ഇതിലൊക്കെ ഒത്തിരി വിശ്വാസം വർദ്ധിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും മാതാവിൻ്റെ ഉപ്പിലാണെങ്കിലും തൈലത്തിലാണെങ്കിലും തേനിലാണെങ്കിലും ഒക്കെ അതിലൂടെയൊക്കെ ഉപയോഗത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അനുദിനം മാതാവ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ അളവറ്റ സ്നേഹത്തിന്, തിരുക്കുമാരൻ്റെ അളവറ്റ സ്നേഹത്തിന് 1 കോടി നന്ദി. ഇവിടെ വന്ന് നിൽക്കാൻ അവസരം തന്നതിന് 1000 നന്ദി. ഈശോയെ നന്ദി.